നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞാൻ കാരണമാണ് അച്ഛനെ ആൾക്കാർ വന്ന് അനാവശ്യം പറയുന്നത്. ഞാൻ പോവുക, അതെല്ലാം കൊണ്ടും നല്ലത്. മോളെ നിക്ക്. അർജുനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അർജുന്റെ സ്ഥാനത്ത് ഞാനാണെന്നിരിക്കട്ടെ, ഇതിലും വലുതായിട്ടായിരിക്കും ഞാൻ പ്രതികരിക്കുക. എന്നാലും മോളെ, നീ ഇവിടെ നിൽക്കണം. എന്തിനാണെന്നറിയാമോ? അർജുൻ ഇന്ന് പറഞ്ഞതൊക്കെ തെറ്റായി പോയെന്ന് നാളെ ഒരു സമയത്ത് അയാൾക്ക് തോന്നലുണ്ടാക്കാൻ. മോള് ഒരു പുതിയ ആളായി മാറിയെന്നും ആ മാറ്റത്തിന് വേണ്ടിയാണ് മോളിവിടെ താമസിച്ചതെന്നും താൻ അധിക്ഷേപിച്ചത് ശരിയായില്ലെന്നും അർജുൻ തീർച്ചയായും മനസ്സിലാക്കണം. അതിനുവേണ്ടി നീ ഇവിടെ വേണം. ഒരു നന്മയുള്ള ജീവിതം നയിക്കണം. ഇവരും നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇവരും നിന്നെ മനസ്സിലാക്കണം. അതിന് നീ ഇവിടെ വേണം മോളെ. അജുവേട്ടനെടുത്ത തീരുമാനം കൃത്യമായ തീരുമാനമാ. അജുവേട്ടൻ വിഷമിക്കണ്ട. എന്തായാലും അച്ഛനെ എനിക്കൊരു ദിവസം കാണണം. ചോദിക്കാനുണ്ട് കുറെ. നീ പറഞ്ഞതൊക്കെ ഞാൻ അപ്പ സമ്മതിച്ചെന്നേ ഉള്ളൂ. കൂടുതൽ ആലോചിച്ചപ്പം ദേ ഇപ്പൊ തന്നെ നീ അങ്ങോട്ട് ചെന്ന് അവളെ അടിച്ചു കൂടിക്കണം. അതെ, നമുക്കൊന്നോടെ പോയാലോ? ഇനിയൊന്നും വേണ്ട, നമ്മൾ ആ കാര്യങ്ങളൊക്കെ വിട്ടു. ഞാനും പൂജയും പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ ആ കാര്യങ്ങളാ. അതെ, അത് സർക്കാരിന്റെ ശ്രദ്ധയുള്ള സ്ഥാപനമാ. അവിടെ എങ്ങനെ കയറി ചെന്ന് ബഹളം വയ്ക്കാനൊന്നും പറ്റില്ല. പറയേണ്ടത് അർജുൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മതി. എന്നാലും എന്റെ പൂജ, നിന്റെ അച്ഛനൊരു ഐറ്റം തന്നെ കേട്ടോ. ഇതുപോലുള്ളത് ഈ ഭൂമിയിൽ ഒന്നേ കാണൂ. ആന്റി പ്ലീസ്, അച്ഛനോടുള്ള ദേഷ്യം എന്നോട് പറഞ്ഞ് എന്നെ കൂടെ വിഷമിപ്പിക്കല്ലേ. അതെ മധു, ഇനി അതിനെക്കുറിച്ച് ചർച്ച വേണ്ട. എന്താ പറഞ്ഞാല് അതിനെക്കുറിച്ചാണ് ചർച്ച വേണ്ടത്. എന്റെ പൊന്നാന്റി, കുഞ്ഞു കിടന്ന് കരയുന്നു. എന്തായാലും കൊള്ളാം. വാ. ഉറങ്ങിക്കോടാ, കരയല്ലേ കരയല്ലേ. ഫുഡ് എടുക്ക്. എനിക്ക് ഇപ്പൊ തന്നെ കൊച്ചി വരെ ഒന്ന് പോവേണ്ടി വരും. രാവിലെ തിരിച്ചു വരും. ഒരു മീറ്റിംഗ് ഉണ്ട്. എന്തോടെ ഒരു ടെൻഷൻ? പ്രിയ വന്നിട്ടുണ്ട്. എന്താ? പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങി. അവളിപ്പോ സ്നേഹസദനിലുണ്ട്. നീ ചുമ്മാ പറ്റിക്കല്ലേ? അല്ല, നീ ഫുഡ് എടുത്ത് വെച്ചേ. ഇനി കുളിച്ചിട്ട് വേഗം പോകണേ, ഫ്ലൈറ്റിന് സമയമായി. എന്റെ പൊന്നകിലെ, ഞാൻ പറയുന്നത് സത്യമാ. അർജുനേട്ടൻ വിവരം അറിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ സത്യമായിട്ടാ പറയുന്നേ. പ്രിയ വന്നു. അവള് വിചാരണ തടവുകാരിയാണല്ലോ, അതുകൊണ്ട് അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റും. അവള് സ്നേഹസദനത്തിൽ പോയി. അവളെങ്ങനെ അവിടെ താമസിപ്പിച്ചേ? ഒക്കെ പറയാം. അർജുൻ സാർ വേണ്ടതുപോലെ ചെയ്യും. അവളെ പുറത്താക്കും. അഖില സമാധാനമായിട്ടിരിക്കും. എങ്ങനെ? ഞാൻ എന്റെ യാത്ര ക്യാൻസൽ ചെയ്യുക. ഈ പ്രശ്നം ആദ്യം തീർക്കട്ടെ, എന്നിട്ട് മതി ഓഫീസിലെ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് പറയത്തില്ലായിരുന്നല്ലോ. അഖിലിന്റെ മീറ്റിംഗ് നടക്കട്ടെ. അതിനിടയിൽ പ്രിയ വന്ന കാര്യമൊന്നും ചിന്തിക്കണ്ട. ഒക്കെ നാളെ. ഈ വീട്ടിൽ ആർക്കും നട്ടലില്ലാതായി പോയല്ലോ. എന്നെ സ്നേഹസദനത്തിൽ പോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ ചവിട്ടി കൂട്ടി ഓടിച്ചു വച്ചേനെ. അവള് പ്രത്യേകിച്ച് എന്തെങ്കിലും ലക്ഷ്യത്തോട് തന്നെയാ സ്നേഹസദനത്തിൽ വന്നത്, അത് ഉറപ്പാ.
അവക്കവിടുന്ന് എന്തോ രേഖകൾ അടിച്ചു മാറ്റാനുണ്ടാവും. അവിടെ ഏതോ മുറിയില് അവളുടെ രഹസ്യ രേഖകൾ എന്തെങ്കിലും കാണും. തഞ്ചത്തിൽ അവിടെ നിന്ന് അത് തിരിച്ചെടുക്കാനായിരിക്കും പ്ലാൻ. അല്ലെങ്കിൽ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ സ്നേഹസദനത്തിൽ വന്നതെന്തിനാ? വിശ്വനാഥൻ സാറും നമ്മളും ഒക്കെ അവളുടെ ശത്രുക്കളാണെന്നറിയാം. നമ്മുടെ കൺമുമ്പിൽ വരാതിരിക്കാനല്ലേ അവള് നോക്കൂ. വിശ്വനാഥൻ സാറിന്റെ കാര്യം വാങ്ങി ബഹുവിശേഷം. പൂങ്കണ്ണീര് കണ്ടപ്പം അർജുനും വീണു. ദേ മധു, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കേ. എന്തായാലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ. പിന്നെ നല്ല മനുഷ്യനാ. കൊട്ടക്കണക്കിന് നന്മയല്ലേ അട്ടിയിട്ട് വച്ചിരിക്കുന്നു. പുള്ളി ഒന്നില്ലെങ്കിൽ മണ്ടൻ, അല്ലെങ്കിൽ ശുദ്ധനായി അഭിനയിക്കുന്ന ഗജേന്ദ്ര കില്ലാടി. പ്രിയമായി ചിലപ്പോ എന്തെങ്കിലും രഹസ്യ ധാരണ ഉണ്ടാക്കി കാണും. സ്നേഹസദനിലേക്ക് അവള് ഫണ്ട് എന്തെങ്കിലും ഒപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. മധു മതിയാക്ക്. എന്തായാലും അർജുൻ പോയിട്ട് വന്ന് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞല്ലോ. അതങ്ങ് അനുസരിക്കുക. ആരും സ്നേഹസദനവുമായി ബന്ധപ്പെടണ്ട. പിന്നെ ഞാൻ അവിടുത്തെ ജോലിക്കാരനായതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ അവളുമായി അധികം സംസാരിക്കാതെ ശ്രദ്ധിക്കും. എന്തായാലും ശരി, അവൾ അധികകാലം അവിടെ വാഴാൻ പോകുന്നില്ല. നയൻ 349 കോള് വന്നു. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് നന്ദഗോപനാണ്. ആ മനസ്സിലായി. നന്ദഗോപന് സുഖാണല്ലോ അല്ലേ? പിന്നെ സുഖമാണോന്നോ? സുഖം കൂടിയിട്ട് എനിക്കിവിടെ ഇരിക്കാൻ വയ്യാണ്ടായിരിക്കുന്നു. അതെ, നിങ്ങൾക്കെന്താ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ? ആ പ്രിയ ആരാണെന്ന് സാറിനറിയില്ലേ? ഞങ്ങളുടെ ഈ കുടുംബം കുട്ടിച്ചോറാക്കിയോളൂ. അവളെ വീണ്ടും നിങ്ങളങ്ങ് ദത്തെടുത്തല്ലേ? ഇവിടെ സർവ്വരം തടഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നത്. നന്ദഗോപ, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ ക്ഷോഭം ഞാൻ ക്ഷമയോടെ കേട്ടു നിന്നത്. അതെ, എനിക്ക് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അങ്ങയുടെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് തരാൻ ഞാൻ ആളല്ല. കൂടുതലൊന്നും എനിക്കറിയണ്ട. നാളെ സൂര്യോദയത്തിന് മുമ്പ് അവളെ അവിടെ നിന്ന് പറഞ്ഞിറക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സൂര്യോദയം കുറേ നേരം നീട്ടിവെക്കേണ്ടി വരും. ഓഹോ, നിങ്ങളപ്പോ അവളെ അവിടെ താമസിപ്പിക്കുമെന്ന് ഉറച്ചു നിൽക്കുകയാണല്ലേ? അഡ്വക്കേറ്റ് നന്ദഗോപനെ കുറിച്ച് എനിക്ക് ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു വാക്തർക്കത്തിന് ഞാനില്ല. പറയാനുള്ളതൊക്കെ ഞാൻ അർജുനോട് പറഞ്ഞിട്ടുണ്ട്. അർജുനോടല്ല, എന്നോടാണ് നിങ്ങൾ സമാധാനം പറയേണ്ടത്. എന്റെ മോൾ പൂജയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എന്റെ കുടുംബത്തിൽ വന്നു കയറുകളാ ആ പ്രിയ. ഹലോ സർ, ഞാൻ പൂജയുടെ അമ്മ അരുണിമയാ. എനിക്ക് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് എന്ന് വ്യക്തമായിട്ടറിയാം. പക്ഷേ എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. സാറിന് എന്താ മനസ്സിലാക്കാനുള്ളത്? സാറിനെ ചതിച്ചവളല്ലേ പ്രിയ? നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ ഒരിടത്തും എത്തില്ല. എന്തായാലും പ്രിയയെ കുറച്ചു ദിവസം ഇവിടെ കഴിയാൻ അനുവദിച്ചു ഞാൻ. പക്ഷേ പ്രിയയിൽ നിന്ന് ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു. ഗുഡ് നൈറ്റ്. ഓക്കെ. നീ വിഷമിക്കണ്ട. അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സർ, സ്വാതി കേസിന്റെ പ്രൈമറി സ്റ്റഡി നടത്തിയിട്ടുണ്ട്. റിപ്പോർട്ടൊക്കെ വിശദമായിട്ട് അതിൽ തന്നെ ഉണ്ട്. അല്ല, പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്തൊക്കെയാ? എതിർ കക്ഷികളുടെ പ്രൊഫൈല് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് സർ. അവരുടെ ട്രാക്ക് റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണ്. കുഴപ്പങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ചില ക്രിമിനൽസിന്റെ ബുദ്ധി അങ്ങനെ സ്നേഹ. അവർ വ്യാജമായിട്ട് രേഖകൾ ഉണ്ടാക്കും. മറ്റുള്ളവർക്ക് പെട്ടെന്ന് അവരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അദ്ദേഹം ഈ പ്രോപ്പർട്ടിയിൽ അവകാശം ഉന്നയിച്ചിട്ടുമുണ്ട്. ഭീഷണിപ്പെടുത്തലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നേരാ. പക്ഷേ അതിന്റെ വ്യക്തമായ രേഖകളൊന്നും കിട്ടിയിട്ടുമില്ല. അത് കിട്ടണമെങ്കിൽ മുൻപ്രമാണം പരിശോധിക്കണം. അതൊക്കെ വേണ്ടിവരും. കുറെ കഷ്ടപ്പെട്ടേ മതിയാവൂ.
അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ വാദിക്കാൻ പോകുന്ന അവസാനത്തെ കേസായത്. 100% പെർഫെക്റ്റ് ആക്കിയതിനു ശേഷമേ കേസ് ഫയൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ സർ, അത്രേ ഉള്ളൂ. സാർ, സ്നേഹയും ജോർജ് കുട്ടും ഇനി സ്വാതി കേസിന്റെ ഫോളോ അപ്പ് മാത്രം നടത്തിയാൽ മതി. ബാക്കി കേസുകൾ ഇനി രാജീവിനും ടീമിനുമായിട്ട് കൊടുക്കുക. ഓക്കെ സർ. ശരി സാർ. പിന്നെ നാളെ എല്ലാ ജൂനിയേഴ്സുമായിട്ട് ഒരു മീറ്റിംഗ് വെക്കണം. ശരി സർ.